ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളങ്ങനെ ഓച്ചറിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഓച്ചറയിലേക്ക് മാത്രമല്ല കാട്ടിലമ്പലത്തിലേക്കും കൂടിയാണ് പോയത്. ഞങ്ങൾ ആദ്യം ചെന്നത് കാട്ടിലമ്പലത്തിലേക്കാണ്. ഞാനുണ്ടായി, ദീപുണ്ടായി, സഫ്ന ഉണ്ടായി, താഹർ ഉണ്ടായി. ഞങ്ങൾ 4 ആൾ ഒരുമിച്ചാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. എല്ലാം ഒറ്റ ദിവസത്തെ തീരുമാനമായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ രാവിലെ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെട്ടത്. സഫ്നയുടെയും താഹറിൻ്റെയും വീട് ആലപ്പുഴയിലാണ്. അവർ ആലപ്പുഴയിൽ നിന്നാണ് തൃപ്പൂണിത്തറയിലേക്ക് എത്തിയത്. കാരണം ആലപ്പുഴ വഴിയുള്ള ട്രെയിനിലല്ല നമ്മൾ പോയത്, ഞങ്ങൾ മെമുവിലാണ് പോയത്. പിന്നെ സഫ്നയും താഹറിൻ്റെയും ദീപുവിൻ്റെയും കുറച്ച് റീൽസ് വീഡിയോ ഒക്കെ എടുത്ത്, കൂടെ എൻ്റെയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കായംകുളത്തെത്തി. അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാണ് കായംകുളം സ്റ്റാൻഡിലേക്ക് എത്തിയത്. അങ്ങനെ ഞങ്ങൾ ചെന്ന പാടെ തന്നെ നമുക്ക് ബസ് കിട്ടി. അങ്ങനെ നമ്മൾ ബസ്സിൽ ഞങ്ങൾ കയറിയ ചവറ ബസ്സിലാണ്. കരുനാപ്പള്ളി എത്തിയപ്പോഴേക്കും എൻ്റെ അനിയത്തി അവിടെ കാത്തിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 ആൾ ഒരുമിച്ചാണ് കാട്ടിലമ്പലത്തിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങൾ കാട്ടിലമ്പലത്തിനടുത്തെത്തി. അങ്ങനെ നമ്മൾ കടത്തിറങ്ങി വേണം അപ്പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അപ്പം ഞങ്ങൾ ജങ്കാറിലല്ല കയറിയത്, വെള്ളത്തിലാണ്. അങ്ങനെ ഞങ്ങൾ കടത്തിറങ്ങി കാട്ടിലമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. പോകുന്ന വഴി ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ഒരുപാട് കടകളും ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഞങ്ങൾ ആദ്യം ചെന്നത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. എൻ്റെ പൊന്നോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ആ വെയിലത്ത് നിന്ന് ഞങ്ങളൊരു 1:30-1:45 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അമ്പലത്തിലെ ചോറ് കിട്ടി. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയത്. പിന്നെ ഇവിടെ ഒരുപാട് മണികെട്ടൽ ചടങ്ങ്, ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, മണികെട്ടുന്ന ചടങ്ങും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ പോയത് അവിടെ തന്നെയുള്ള ബീച്ചിലേക്കാണ്. തിരയടിക്കുന്ന ഭാഗത്തേക്ക് എത്താൻ വേറെ വഴി ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിസാഹസികമായി വെള്ളത്തിൽ കൂടി നടന്നാണ് അപ്പുറത്തെത്തിയത്. അതിസാഹസികം എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഒന്ന് വൈബാകാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളത്തിൽ കൂടി നടന്നു പോയത്. നല്ല വെയിലായിരുന്നെങ്കിലും നമ്മൾ ആ കടലിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ആ ചൂട് അറിയുന്നുണ്ടായിരുന്നില്ല. പട്ടികൾക്ക് വരെ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു എന്ന് തോന്നുന്നു. അവൻ കുറേ നേരം ആ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ 4 ആളും ബീച്ചിലെ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ ഏതെടുത്താലും 20 രൂപ കടയിലാണ് ചെന്ന് കയറിയത്. അതിനുശേഷം ഞങ്ങൾ എത്തിയത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ 5 ആൾ ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ജങ്കാറിൽ കയറി തിരിച്ചു പോകാനാണ് നോക്കിയത്. കാരണം നമുക്കിനി ഒരിടത്തും കൂടി പോകാനുണ്ടായി. ഓച്ചറിലെത്തണം. ഞങ്ങൾ കടത്തിറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായി. പക്ഷേ ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഓച്ചറിലെത്തി. സഫ്നയും താഹിറും ആദ്യമായിട്ടാണ് ഓച്ചറയിൽ വരുന്നത്. ദീപു പിന്നെ 28 ഓണത്തിൻ്റെ ഒപ്പം ഓച്ചറയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരാദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ സംശയം ഉണ്ടായി അവർക്ക്. ഒന്ന് വൈബാക്കാനായിട്ട് ഞങ്ങൾ തൊട്ടയാട്ടത്തിൽ കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്താ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മുളക് ബജി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ ചെന്ന് അവിടെയാണ് ഞങ്ങൾ ചായ കുടിച്ച്. അമ്മ ഒപ്പളേക്കും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവൾ കരുനാപ്പള്ളി ഇറങ്ങി വീട്ടിലേക്ക് പോയി.